പുതിയ കളർ ഷെയ്ഡ്സിൽ വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. യൂഷ്വലി ഈ ഒരു ഫാസ്റ്റ് മൂവിങ് യെല്ലോ എപ്പോഴും തന്നെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു വയലറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രേയിഷ് ഓക്കിഡും ഗ്രേയും കൂടെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറുണ്ട്. പിന്നെ യൂഷ്വൽ ഉള്ള ഒരു ആപ്പിൾ ഗ്രീൻ, അത് ചെറിയൊരു യെല്ലോ ബ്ലെൻഡാണ്. എന്നാൽ ഭയങ്കര യെല്ലോ അല്ല, ചെറിയൊരു യെല്ലോഷിൻ്റെ മയം ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വർക്ക്. ഡയമണ്ട് ബോർഡർ വളരെ ഹെവിയാണ്. പിന്നെ ഇതുപോലെ വർക്ക്സ് സ്കാറ്റർ ചെയ്ത് വരുന്നു. ഇതുണ്ട്, ഇത് നമ്മൾ ലാസ്റ്റ് കണ്ടതിൻ്റെ അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആണ്. അതായത് ഇതിൻ്റെ ഡയമണ്ട് ബോർഡർ നല്ല ഹെവിയാണ്, നല്ല തിക്കായിട്ടുള്ള ഒരു ബോർഡർ. ബാക്കി പോർഷൻസിൽ വളരെ ക്യൂട്ടായിട്ടുള്ള, അതായത് ഭയങ്കര വലുപ്പമൊന്നുമല്ല, ചെറിയ എംബ്രോയിഡറിയും ചെറിയ ചെറിയ ബട്ടിക് പ്രിൻസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലുതല്ല. ബാക്കിൽ വരുമ്പം ജസ്റ്റ് ബട്ടിക് പ്രിൻസ് മാത്രം സ്കാറ്റർ ചെയ്ത് വരുന്നു. നല്ല ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെ വരും അതിൻ്റെ ടോപ്പ് വന്നിട്ട്. പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ദുപ്പട്ടയിൽ ഫുള്ളി സെയിം കളറിൽ തന്നെയാണ്, ബട്ടിക് പ്രിൻസ് മാത്രമേ ദുപ്പട്ടയിലുള്ളൂ. പ്യുവർ ഷാൻറ്റോൺ ബോട്ടം, അതിലും ബട്ടിക് പ്രിൻസ്. സോ ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഡേ കണ്ട യെല്ലോയും ഈ ഒരു യെല്ലോയും ഡിഫറെൻ്റ് ആണ്. അത് കുറച്ചുകൂടെ എനിക്കൊന്ന് തെളിച്ചുണ്ടായിരുന്നു, ഒരു മസ്റ്റേർഡ് അല്ലെങ്കിൽ ഒരു മാംഗോലോടെ കളർ. ഇത് ഇച്ചിരൂടെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ്, ഇച്ചിരൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡാണ്. അത് ഇച്ചിരൂടെ തെളിച്ചുള്ള ഒരു ടൈപ്പ് യെല്ലോ. ഇത് തെളിച്ചില്ലെന്നല്ല, അതായത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട സെയിം പാറ്റേൺ, എല്ലാം പ്യുവർ ഫാബ്രിക്കിലാണ്. ഇതിൻ്റെ ദുപ്പട്ട പ്യുവർ വിസ്കസ് ജോർജറ്റ് തന്നെയാണ് കൊടുത്തേക്കുക. ഇതാണ് ലുക്ക്. ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ കാണുമ്പം തോന്നുന്നുണ്ട് ഒരു ചെറിയൊരു യെല്ലോടെ ഒരു ബ്ലെൻഡ് വരുന്ന ടൈപ്പ് ഗ്രീൻ ആണ്. ഇതും ഇന്നലെ കണ്ട ഗ്രീൻ അല്ല. എല്ലാത്തിനും ഗ്രീന് യെല്ലോ എന്നൊക്കെ പറഞ്ഞാലും എല്ലാത്തിനും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇത് ചെറിയൊരു യെല്ലോടെ മയവും കൂടി ഉള്ള പോലത്തെ, എന്നാൽ ഭയങ്കര ബ്രൈറ്റ് അല്ല. അത്രയും ആ ഒരു ഗ്രീന് ഭയങ്കര ആപ്പിൾ ഗ്രീൻ്റെ ഒരു പേസ്റ്റൽ ബ്ലെൻഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു യെല്ലോടെ ബ്ലെൻഡും കൂടെ വരുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ ഗ്രീൻ കളർ. ടോപ്പ് ദുപ്പട്ട എല്ലാം ഒരേ ഷെയ്ഡിൽ തന്നെയാണ് വരിക. ദുപ്പട്ട ഫുള്ളും ബാട്ടിക് പ്രിന്റ്സ് ആണ്. ആൻഡ് ബോട്ടത്തിലും പ്യുവർ ഷാൻഡോൺ ബാട്ടിക് പ്രിന്റ്സ്. ടോപ്പിൽ എംബ്രോയിഡറി വർക്ക്സും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓക്കിഡ് ബ്ലൂവിൻ്റെ അകത്ത് ചെറിയൊരു ഗ്രേയുടെ മിക്സ്, ഗ്രേ അല്ല കേട്ടോ, ആഷിൻ്റെ മിക്സും കൂടെ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. എന്നാൽ ഡാർക്ക് അല്ല, പേസ്റ്റലായിട്ട് നിൽക്കുന്ന, പേസ്റ്റലല്ല എന്നാലും ലൈറ്റായിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്, ഡാർക്ക് അല്ല. ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഓക്കിഡ് ബ്ലൂ പ്ലസ് ഒരു ചെറിയ ആഷ് ബ്ലെൻഡഡ് ടോൺ. ബാക്ക് ഇങ്ങനെ വരും, നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ ഉണ്ട്. പിന്നെ പ്യുവറാണ്, ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. ഇതാണ് സമ്മർ സ്പെഷ്യലായിട്ടൊക്കെ യൂസ് ചെയ്യാം. വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കും ആ ഒരു ഷേപ്പിൽ തന്നെ. ആൻഡ് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസുമാണ്. സോ ഇതാണ് ഓവറോൾ ലുക്ക്. അതെന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ബ്ലൂ എന്ന് പറഞ്ഞാലും ഓർക്കിഡ് ബ്ലൂവിൻ്റെ ഒരു ചെറിയ ബ്ലെൻഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ ആഷിൻ്റെ കോംബോയും കൂടി ഉണ്ട്. അപ്പം ബ്ലൂയിഷ് ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ പോലത്തെ ഒരു കളറാണ്. ഇത്രയും ഷെയ്ഡ്സ് എപ്പോഴും വരുന്ന പോലെ 4 കളർ ഷെയ്ഡ്സ് ആണ്, ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് ആണ് എപ്പോഴും വരിക. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതും നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ ഡിസൈൻസ് കാണിക്കുന്നത്. ഇത്രയും ഷെയ്ഡ്സിലും 1540 പ്രൈസ്. താങ്ക് യു.